Hi dears, welcome back. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ ഡിന്നർ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറി ഉണ്ടാക്കാൻ പോവാണ്. ഇതെൻ്റെ ഒരു തട്ടിക്കൂട്ട് മുട്ടക്കറിയാണ് കേട്ടോ. അതായത് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്നും ചേർക്കാത്ത ഒരു മുട്ടക്കറി. ഇത് സമയമില്ലാത്തപ്പോഴോ അല്ലെങ്കിൽ ചെറിയ മടിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു 4 മുട്ട പുഴുങ്ങാനായിട്ട് ഇടാണ് കേട്ടോ. മുട്ട നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂടുതൽ എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ കറിക്ക് നമുക്ക് തക്കാളി മാത്രം മതി, സവാള ഒന്നും ആവശ്യമില്ല. പിന്നെ ഈ മുട്ട കഴിക്കാത്തവർക്കാണെങ്കിൽ ഒരു തക്കാളി കറിയായിട്ട് വേണമെങ്കിലും ഈ കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 4 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കനം കുറച്ചൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇനി ആദ്യം നമുക്ക് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച 4 തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ അങ്ങ് വേവും. തക്കാളി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇതിന് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ഇതുപോലെ ഈ കറി ഉണ്ടാക്കുമ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മടിയുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ സമയമില്ലാത്തപ്പോഴും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇതിന് പകരം ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കാം. നമുക്ക് 1 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് വേണ്ട. 1 കപ്പ് വെള്ളം ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പൗഡർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഈ മിൽക്ക് പൗഡർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ഈ കറി ഉണ്ടാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ തേങ്ങ ചിരകിയൊക്കെ എടുക്കുന്ന ആ ഒരു സമയം കൂടി എടുക്കും. മിൽക്ക് പൗഡർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്ന പൊടികളെല്ലാം ആദ്യം തന്നെ ഒരു പാത്രത്തിൽ എടുത്തു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി എടുക്കാം. ആ മല്ലിപ്പൊടിയുടെ ടേസ്റ്റാണ് ഒന്ന് കൂടുതലായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു അളവ് നോക്കി തന്നെ എടുക്കണം. 5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തു. പിന്നെ നമ്മൾ 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് തോടൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് ചെറുതായിട്ടൊന്ന് വരഞ്ഞു വെക്കാം ഇതുപോലെ. ആ സമയം കൊണ്ട് തന്നെ അതേ തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉണ്ട് അതിനകത്ത്, കണ്ടോ? ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ, എന്നാലേ കറിക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് കറി ബാക്കി മസാലയൊക്കെ ചേർത്ത് എടുക്കുന്നത്. അപ്പോൾ വേറൊരു പാൻ വെക്കാം. അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇടാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. കറിവേപ്പില ഒന്ന് മൂക്കണം. കറിവേപ്പില ഒന്ന് മൂത്ത് കഴിയുമ്പം തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ച പൊടികൾ ഒരുമിച്ച് തന്നെ ഈ എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നേരത്തെ തന്നെ ഈ മസാല എല്ലാം നമ്മൾ എടുത്തു വെക്കണമെന്ന്. നമ്മൾ ഓരോന്നോരോന്നായിട്ട് എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നേരത്തെ തന്നെ എടുത്തു വെക്കണമെന്ന് പറഞ്ഞത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ചെങ്കിലും മസാല കരിഞ്ഞാൽ ഈ കറിയുടെ ടേസ്റ്റ് മാറും. ചെറിയ തീയിലിട്ടിട്ട് ഇളക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതങ്ങ് മൂത്ത് കിട്ടും, നല്ലൊരു മണം വരും. ഉടനെ തന്നെ നമ്മൾ വേവിച്ച് വെച്ച തക്കാളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1-2 മിനിറ്റ് നല്ലപോലെ ഈ മസാലയും തക്കാളിയും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് മുട്ട ഒഴിവാക്കിയിട്ട് തക്കാളി കറിയായിട്ട് മാത്രം ഉണ്ടാക്കാം കേട്ടോ. അതും ചപ്പാത്തിക്ക് ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഓക്കെ, ഇത് നന്നായിട്ടൊന്ന് തിളച്ചു. ആ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സവോള, ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും ചേർക്കാതെ ഈ കറിക്ക് എന്ത് ടേസ്റ്റ് ഉണ്ടാവാനാണെന്നായിരിക്കുമല്ലേ മിക്കവാറും എല്ലാവരും ആലോചിക്കുന്നത്. ഞാനും ആദ്യമായിട്ട് ഈ റെസിപ്പി കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് കേട്ടോ. എൻ്റെ മദറെല്ലാം ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്ക് ഇത്രയും നല്ലൊരു കോമ്പിനേഷൻ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അത്രയ്ക്ക് നല്ലൊരു കറിയാട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു വന്നു. ഇനി നമുക്ക് റെഡിയാക്കി വെച്ച 1 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൽ ചേർക്കുന്ന സമയത്തും തീ നന്നായിട്ട് കുറച്ച് വെച്ചാൽ മതിയേ. ഓക്കെ, തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ വെച്ച് കറി നല്ലപോലെ ഒന്ന് ചൂടായി വന്നാൽ മതി.
കുറച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ടൊന്ന് കുറുകും കേട്ടോ, ഇച്ചിരി സമയം ഒന്ന് ഇരിക്കുമ്പോൾ. ഇനി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് പുഴുങ്ങി വെച്ച 4 മുട്ട ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയും കൂടി ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കുക. ആ സമയം കൊണ്ട് ബാക്കി നമുക്ക് ചപ്പാത്തി എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി എടുക്കുമ്പോൾ നേരം കൊണ്ട് കറി നല്ല സെറ്റായിരിക്കും, ആവശ്യത്തിന് കുറുകിയൊക്കെ ഇരിക്കും. അപ്പോൾ ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി കഴിയുമ്പോൾ എൻ്റെ ഇന്നത്തെ ഡിന്നർ റെഡി. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 മിനിറ്റ് കൊണ്ടാണ് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയത്. നമ്മൾ ഈ വറുത്തരച്ച മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ ഒരു ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ തന്നെ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.